പഠിക്കുന്നതിന് പ്രായം തടസ്സമല്ല, ആത്മവിശ്വാസമുണ്ടെങ്കിൽ എന്തും നേടാം, ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ പറയുന്നതിനപ്പുറത്ത് ഇത് പ്രവർത്തിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഇത് സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് 40-കാരിയായ പൂർണിമ. 17-കാരനായ മകനോടൊപ്പം ബിരുദ പഠനത്തിന് കോളേജിൽ ചേർന്ന പൂർണിമ സ്വപ്നങ്ങൾക്ക് പിറകെ പായുകയാണിപ്പോൾ. ന്യൂജൻ ക്ലാസ്മേറ്റുകൾക്കൊപ്പം പഠിക്കുന്ന പൂർണിമ മകനൊപ്പമാണ് കോളേജിലേക്ക് പോകുന്നതും വരുന്നതുമൊക്കെ. 40-ാം വയസ്സിൽ 17-കാരനായ മകൻ വൈഷ്ണവിനൊപ്പം MA കോളേജിൽ 1-ാം വർഷ ബിരുദത്തിന് ചേർന്നിരിക്കുകയാണ് കോതമംഗലം പോത്താനിക്കാട് സ്വദേശി പൂർണിമ. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലാണ് പൂർണിമ BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തത്. BCom ഡിപ്പാർട്ട്മെന്റിലാണ് മകൻ വൈഷ്ണവ് ചേർന്നത്. മകന് പ്രിയം ഫുട്ബോളിനോടാണെങ്കിൽ അമ്മയ്ക്കിഷ്ടം സാഹിത്യവും വായനയുമാണ്. ന്യൂജൻ തലമുറയുടെ കൂടെ പഠിക്കുന്നതിന്റെ ജാള്യതയൊന്നും പൂർണിമയ്ക്കില്ല. ഒരിക്കൽ മുടങ്ങിയ പഠനം തുടരാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് പൂർണിമ. വളരെ സന്തോഷത്തിലാണ്. പഠിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പിള്ളേരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാവരും നമ്മളോട് നന്നായിട്ട് ഇടപഴകുന്ന കൂട്ടത്തിലാണ്. നമ്മളിപ്പോ അവര് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ ന്യൂസിലൊക്കെ എല്ലാവരും ഇങ്ങനെ അമ്മയും മോനും ആയിട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവര് പറയണ എന്റെ അമ്മയായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അപ്പൊ ഭയങ്കര സന്തോഷം. അവരുടെ ക്ലാസ്സിലുള്ളത് അവർക്ക് ഭയങ്കര പ്രൗഢാന്നൊക്കെ പറയുന്നത്. വീട്ടുകാര്യങ്ങളും അടുക്കള കാര്യങ്ങളും എല്ലാം ചെയ്തു തീർത്ത് 2 മക്കളിൽ ഇളയവനും പോത്താനിക്കാട് സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ വൈഭവ് ദേവിനെ സ്കൂളിലും പറഞ്ഞയച്ചതിനു ശേഷമാണ് ഉച്ചഭക്ഷണവുമായി ഈ അമ്മയുടെയും മൂത്ത മകന്റെയും ഒരുമിച്ചുള്ള കോളേജ് യാത്ര. വൈകിട്ടും ഒന്നിച്ചാണ് മടക്കം. എല്ലാറ്റിനും പിന്തുണയായി ഭർത്താവ് KS ബിനുവും കൂടെയുണ്ട്. കോതമംഗലം KSRTC ഡിപ്പോയിലെ കണ്ടക്ടറാണ് ബിനു. പൂർണിമയുടെ നിശ്ചയദാർഢ്യം പല കാരണങ്ങളാൽ പഠനം ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയവർക്ക് ഒരു പ്രചോദനമാകട്ടെയെന്നും കൂടുതൽ പേർ ക്യാമ്പസുകളിലേക്ക് പഠനത്തിനായി തിരിച്ചെത്തട്ടെയെന്നും MA കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ പറഞ്ഞു. രണ്ടുപേരും ഒരേ സമയം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ള അപൂർവത കൂടിയാണ് മാർ അത്തനേഷ്യസ് കോളേജിൽ ഇപ്പോൾ ഉള്ളത്. പൂർണിമയുടെ നിശ്ചയദാർഢ്യം ഇതുപോലെ പഠനം ഇടയ്ക്ക് വെച്ച് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള ഒരാശംസയാണ് കോളേജിനുള്ളത്. കൂടുതൽ പേർ ക്യാമ്പസുകളിലേക്ക് പഠനത്തിനായി തിരിച്ചെത്തട്ടെ. ന്യൂസ് 18 കോതമംഗലം. പൂർണിമയ്ക്ക് എല്ലാ ആശംസകളും. ഒപ്പം പൂർണിമ ഇങ്ങനെ കൂടെ നിർത്തി ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പൂർണിമ BA ഇംഗ്ലീഷിനും മകൻ BComനുമാണ് പഠിക്കുന്നത്. പക്ഷെ അവർ ഒന്നിച്ചാണ് പോകുന്നതും വരുന്നതും. അവിടെ ക്യാമ്പസിലെ വൈബൊക്കെ പിടിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നായിരുന്നു പൂർണിമ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത്. അപ്പോൾ പൂർണിമയ്ക്കും മോനും എല്ലാ ആശംസകളും നേരുന്നു. വളരെ നല്ല മാർക്കോടെ ഏറ്റവും നല്ല അനുഭവമായി ഒരു കോളേജ് ജീവിതം, ക്യാമ്പസ് ജീവിതം പൂർണിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞു തന്നെ ആശംസിക്കാം നമുക്ക് എല്ലാവർക്കും.